everyone, and welcome to my YouTube channel. I am so excited to have you all here today to join me for this very special new video. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. പ്ലേ സ്റ്റോറിൽ നിന്നും എല്ലാവരും ഇൻഷോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു. പ്രൊഫൈൽ പിക്ചർ, കവർ ഫോട്ടോ എന്നിവയാണ് ഇൻഷോട്ട് ആപ്പ് വഴി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായി ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ ടിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്നും ബ്ലാങ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻഷോട്ടിൻ്റെ ടൂൾ ബാറാണ് താഴെ കാണുന്നത്. ആ ടൂൾ ബാറിൽ നിന്നും ക്യാൻവാസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രൊഫൈൽ പിക്ചറാണ് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് 1:1 എന്ന റേഷ്യോ സെലക്ട് ചെയ്യുക. പ്രൊഫൈൽ പിക്ചറിന് വേണ്ട അളവ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് താഴത്തെ ആ ടൂൾ ബാറിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന പേജിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് കളറുകളുണ്ട്. നമ്മൾക്കതിൽ നിന്ന് നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പ്രൊഫൈൽ പിക്ചറാണ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് കളർഫുള്ളായിട്ടുള്ളതോ ഡിസൈനുള്ളതോ ഒന്നും സെലക്ട് ചെയ്യണമെന്നില്ല. കാരണം പ്രൊഫൈൽ പിക്ചറിൽ നമ്മളിടുന്ന ആ പിക്ചർ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ആ പേര് മാത്രമേ വെളിയിൽ കാണുകയുള്ളൂ. അതും ഒരു സർക്കിൾ ഷേപ്പിലാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നോർമലായിട്ടുള്ള ഒരു പാറ്റേൺ സെലക്ട് ചെയ്താൽ മതി. ഈ താഴെ കാണുന്ന ടൂൾസ് ഉപയോഗിച്ച് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം താഴത്തെ ടൂൾ ബാറിൽ നിന്നും PIP എന്ന ഓപ്ഷൻ, പിക്ചർ ഇൻ പിക്ചർ എന്നാണ് പറയുന്നത്, അത് സെലക്ട് ചെയ്യുക. ഇത് നമ്മുടെ ഗാലറിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഗാലറിയിൽ നിന്നും നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ പ്രൊഫൈൽ പിക്ചർ ആക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു കുക്കിംഗ് ചാനലിന് ഫോട്ടോ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കുക്കിംഗ് ചാനലിന് പറ്റിയൊരു ഫോട്ടോ ഗൂഗിളിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ഫോട്ടോ സെലക്ട് ചെയ്ത് ക്രോപ്പ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് ആ ഫോട്ടോയെ നമ്മൾക്ക് വേണ്ട വലിപ്പത്തിൽ ക്രോപ്പ് ചെയ്യുക. ഗൂഗിളിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോ ആയതുകൊണ്ട് അതിലൊരുപാട് ക്രോപ്പ് ചെയ്യാനുണ്ട്. അതെല്ലാം ക്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്രീനിലേക്ക് ടിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ ഈ പിക്ചർ വരും. അത് സൂം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി താഴത്തെ ടൂൾ ബാറിൽ നിന്നും നമ്മൾക്ക് ആ പിക്ചർ സർക്കിൾ ഷേപ്പിലാക്കി മാറ്റണം. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രൊഫൈൽ പിക്ചറിനെ സർക്കിൾ ഷേപ്പിലാക്കി മാറ്റാം. അതിനുവേണ്ടി താഴത്തെ ടൂൾ ബാറിൽ നിന്നും മാസ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ കാണുന്നതാണ് മാസ്ക് എന്ന ഓപ്ഷൻ. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് ചെല്ലും. അവിടെ നിന്നും നമ്മൾക്ക് ആവശ്യം സർക്കിൾ ഷേപ്പാണ്. അതിനാൽ നമ്മൾ സർക്കിൾ ഷേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിക്ചറിൻ്റെ ബോർഡർ ലൈൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഈ സ്ലൈഡർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇങ്ങനെ കിട്ടും. പ്രൊഫൈൽ പിക്ചർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് അടിച്ച് എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ മുകളിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഗാലറിയിലേക്ക് സേവ് ആകും. അവിടെ കാണിക്കുന്ന പരസ്യം ഫുള്ള് കണ്ടതിന് ശേഷം ഇൻറ്റു എന്ന ബട്ടൺ പ്രസ് ചെയ്ത് വേണം സേവ് ആക്കാൻ. പ്രൊഫൈൽ പിക്ചർ സേവ് ആയെന്ന് നമുക്കൊന്ന് ഗാലറിയിൽ പോയി നോക്കാം. ഓക്കെ, അവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ സേവ് ആയിട്ടുണ്ട്. ഇനി നേരെ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. അവിടെ വ്യൂ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഈ പേജിലെ എഡിറ്റ് ചാനൽ എന്നതിൽ പ്രസ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ചാനലിൻ്റെ സെറ്റിങ്സ് കാണിക്കും. അവിടെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്നും ആ പിക്ചർ സെലക്ട് ചെയ്യുക. പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്തായിട്ട് സേവ് ആസ് പ്രൊഫൈൽ പിക്ചർ എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ സേവായി. അടുത്തത് ഇനി കവർ ഫോട്ടോ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇൻഷോട്ട് ആപ്പ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോട്ടോ എന്നത് സെലക്ട് ചെയ്യുക. ന്യൂ എന്നത് സെലക്ട് ചെയ്ത്
ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുക. ക്യാൻവാസിൽ നിന്നും കവർ ഫോട്ടോയ്ക്ക് വേണ്ട റേഷ്യോ സെലക്ട് ചെയ്യുക. കവർ ഫോട്ടോയ്ക്ക് 16:9 എന്ന റേഷ്യോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊഫൈൽ പിക്ചർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രെയിം സെലക്ട് ചെയ്യാം. പ്രൊഫൈൽ പിക്ചറിന് സെലക്ട് ചെയ്തതുപോലെ ലൈറ്റ് കളർ സെറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. കാരണം നമ്മുടെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഏകദേശം കുറച്ചൊക്കെ കാണിക്കും. അതിനാൽ നമ്മൾക്ക് കളർഫുള്ളായിട്ടുള്ള ഏത് ഫ്രെയിം വേണേലും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം പ്രൊഫൈൽ പിക്ചറിന് മാച്ച് ആവുന്ന ഒരു കളർ. അടുത്തത് ടൂൾ ബാറിൽ നിന്നും PIP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗാലറിയിൽ നിന്നും നമ്മൾ കവർ ഫോട്ടോ ആക്കാൻ വേണ്ടി ഏത് ഫോട്ടോയാണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് അത് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്യുക. ക്രോപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. നമ്മൾക്ക് വേണ്ട ഭാഗം മാത്രം ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കുക്കിംഗ് ചാനൽ ആയതുകൊണ്ടാണ് ഞാനൊരു ഷെഫിൻ്റെ പിക്ചർ, ഒരു പൂച്ചക്കുഞ്ഞ് ഷെഫായിട്ടുള്ള പിക്ചർ സെലക്ട് ചെയ്തത്. നിങ്ങളുടെ ചാനൽ ഏതാണോ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. അതിനുശേഷം മാസ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെയുള്ള സ്ക്വയർ, സർക്കിൾ, ഹാർട്ട് അതിലേതെങ്കിലും ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ബോർഡർ ലൈൻ്റെ സൈസ് കൂട്ടിയും കുറച്ചും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. കവർ ഫോട്ടോ സെറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ടും ആ തന്നിരിക്കുന്ന ഫ്രെയിമിൻ്റെ നടുക്ക് 4 സൈഡും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ അതും ആ നടുക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സേവ് ചെയ്യണം. മൊബൈൽ ഫോണിൽ ആകെ അത്രയും ഭാഗമേ കാണുന്നുള്ളൂ. ഇനി ആ ഫോട്ടോയിൽ താഴെ കാണുന്ന പോലെ ആ പിക്ചർ സെലക്ട് ചെയ്താൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ആ സൈഡിലൂടെയുള്ള ബോർഡർ ലൈൻ്റെ തിക്നെസ് കുറച്ച് വെക്കുന്നതാണിത്. അതിനുശേഷം ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അവിടെ നമ്മുടെ കവർ ഫോട്ടോയിൽ എന്തെങ്കിലും ചാനലിൻ്റെ പേരോ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അത് ആ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചുമ്മാ കുക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ കാണുന്ന നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. അതിൻ്റെ കളർ മാറ്റാൻ മേളിൽ കാണുന്ന ആ കളർ എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ കുക്കിംഗ് എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതും പിക്ചറിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറുതാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. 4 സൈഡിലും ഗ്യാപ്പ് ഇട്ട് വേണം വയ്ക്കാൻ. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇതിനി സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വ്യൂ ചാനൽ എന്നത് സെലക്ട് ചെയ്ത് എഡിറ്റ് ചാനൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ചാനൽ സെറ്റിങ്സിൽ കവർ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത ഫോട്ടോ സെലക്ട് ചെയ്യുക. നടുക്ക് കൊണ്ട് ആ പിക്ചറും സെറ്റിംഗ് ടെക്സ്റ്റും വെക്കണം എന്ന് പറയാൻ കാരണം ഇതാണ്. നമ്മുടെ ഫോണിൽ അത്രയും ഭാഗമേ കാണത്തുള്ളൂ. TV-യിലാണെങ്കിൽ ആ ഫുൾ സ്ക്രീൻ കാണാം. ഫോണിൽ ആ ഓൾ ഡിവൈസ് എന്ന് എഴുതിയേക്കുന്ന ആ ഏരിയ മാത്രമേ കാണാൻ സാധിക്കൂ. അതുകൊണ്ടാണ് പിക്ചറും ടെക്സ്റ്റും നടുക്കായിട്ട് സേവ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അത് സേവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കവർ ഫോട്ടോ അവിടെ കാണാം. ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഇത്രയും ഏരിയയെ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഫ്രെയിമിൻ്റെ നടുക്കായിട്ട് സേവ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ കവർ ഫോട്ടോയും നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ക്യാൻവ യൂസ് ചെയ്ത് കവർ ഫോട്ടോ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയുമായി നാളെ കാണാം. അപ്പോൾ ഇത്രേ ഉള്ളൂ.